ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ഫോട്ടോ ഡയറിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ സുനിൽകുമാർ രാമചന്ദ്രൻ. ഇന്ന് തൊട്ട് യൂട്യൂബ് ഹെൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. യൂട്യൂബ് ബ്ലോഗേഴ്സിന് പ്രയോജനം ചെയ്യുന്നൊരു പ്ലേലിസ്റ്റ് ആയിരിക്കും അത്. ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ ആർട്ട് മാറ്റുന്നതിനെ പറ്റിയാണ്. അതായത് യൂട്യൂബിൻ്റെ ചാനൽ ആർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാനൽ ബാനർ, അതായത് നമ്മുടെ പേജിൻ്റെ ഫസ്റ്റ് വരുന്ന ഇമേജാണ് ചാനൽ ആർട്ട് എന്ന് പറയുന്നത്. ഈ ബാനർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു മുഖം തന്നെയാണ്. അത് മാറ്റുന്നതുകൊണ്ട് പല പ്രയോജനവുമുണ്ട്. ഒന്നാമത്തത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യൂസർ, പുതിയതായിട്ടൊരു വ്യൂവർ നമ്മുടെ ചാനലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തത് യൂട്യൂബിൻ്റെ URL ഉണ്ട്, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൻ്റെ പേര് വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് TravelphotoDiary എന്നാണ്. അപ്പോൾ ഈ www.youtube.com TravelphotoDiary എന്നടിച്ചാൽ അത് കിട്ടും. അല്ലാതെ നമ്മുടെ ഒരു ചാനലിൻ്റെ ലിങ്കിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് youtube.com LBB എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമ്പറുകളും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള ചാനലിൻ്റെ നെയിം വെച്ച് URL രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് യൂട്യൂബിനകത്തുള്ളതാണ്. അതിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് ഈ സീരീസിലുള്ളത്. ചാനൽ ആർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡയമെൻഷനുണ്ട്. അതായത് യൂട്യൂബ് സ്പെസിഫിക് ആയിട്ടുള്ള ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷനിൽ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈറ്റിലും ഒക്കെ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വരണം. അപ്പോൾ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് യൂട്യൂബ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഹെൽപ്പിൽ. അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മുടേതായ ഇമേജ് വെച്ച് നമുക്ക് ഒരു ചാനൽ ബാനർ ഉണ്ടാക്കാം. ഇതിന് വലിയ എഡിറ്റിംഗ് സ്കിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെബ്സൈറ്റാണ്. അതായത് canva.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലാണ്. അതിന് ഒരു എഡിറ്റിംഗ് സ്കിൽ ആവശ്യമില്ല. അവരുടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് നമുക്ക് വെച്ച് നമുക്കത് ഉണ്ടാക്കാം, ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമുക്കത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മറ്റുള്ള സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്തെടുക്കാം, ഫോട്ടോഷോപ്പ്. പക്ഷേ അതിനൊക്കെ നമുക്ക് ആക്സസ് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കെന്തായാലും നെറ്റ് കണക്ഷൻ ഉണ്ടാവുമല്ലോ, ഒരു യൂട്യൂബ് ബ്ലോഗേഴ്സിന് എന്തായാലും നെറ്റ് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ canva.com എന്ന് പറഞ്ഞ സൈറ്റിൽ ഇതിൻ്റെ ചാനൽ ആർട്ട് മാത്രം ഉണ്ടാക്കാനല്ല, പല പല ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഈ യൂട്യൂബിൻ്റെ തംബ്നെയിൽ ഉണ്ടാക്കാം. അങ്ങനെ പല പല ഡിസൈൻസ് ഉണ്ട്. നമുക്കത് പതിയെ നമുക്കതിനകത്ത് കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ആണ്. ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് യൂസർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസും ഒക്കെ അവിടെ കിടക്കും. അപ്പോൾ നമുക്ക് നമ്മളെ നേരത്തെ ഉണ്ടാക്കിയ ടെംപ്ലേറ്റ്സും അത് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് നമുക്കിതിനെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപകാരപ്പെടും. ഇതാണ് നമ്മുടെ ഈ സൈറ്റിൻ്റെ ഉള്ള ഗുണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചാനൽ ആർട്ട് മാറ്റാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സൈറ്റിലേക്ക് പോവുക. അതായത് ഇപ്പോൾ എൻ്റെ TravelphotoDiary എന്ന് പറഞ്ഞ ചാനലാണ്. അപ്പോൾ youtube.com TravelphotoDiary എൻ്റർ അടിക്കുക. നമ്മുടെ പേജ് ലോഡായിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചാനൽ ആർട്ട്. ഇതിന് പെർട്ടിക്കുലർ ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷനിൽ ഇട്ടെങ്കിലേ അത് കറക്റ്റ് പൊസിഷനിൽ വരികയുള്ളൂ എല്ലാ ഡിവൈസസിലും. അതായത് മൊബൈലിൽ കാണണം, TV-യിലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ. അങ്ങനെ 3 സ്ഥലത്തും കോമൺ ആയിട്ട് വരാനായിട്ടുള്ള ഒരു സൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ക്യാമറ പോലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്മുടെ ചാനൽ ആർട്ട് എന്നൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് അപ്ലോഡ് ഫോട്ടോസ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ടേക്കുന്ന ഇമേജസ് അവിടെ കാണും, യുവർ ഫോട്ടോസിനകത്ത് നിന്ന്. അതേപോലെ തന്നെ നമുക്ക് ഗാലറിയിൽ പോയാൽ അവരുടെ കുറച്ച് ഫോട്ടോസ് ഡിഫാൾട്ടായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അവിടെ കാണും. അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഈ റെസൊല്യൂഷനാണ്, കണ്ടില്ലേ, 2560:1440 എന്ന് പറഞ്ഞ സൈസിലുള്ള ഇമേജാണ് നമുക്ക് ഇടേണ്ടത്. പിന്നെ മാക്സിമം സൈസ് 6 MB കൂടാനും പാടില്ല. ഈ രണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് ആ ചാനൽ ആർട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ അവിടെ പറയുന്നുണ്ട് നമുക്ക് ഹൗ ടു ക്രിയേറ്റ് ചാനൽ ആർട്ട് എന്ന്. നമുക്കത് വേണമെങ്കിൽ പോയി നോക്കാം.
ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ചാനൽ ആർട്ട് അത് അവർ ഹെൽപ്പ് തന്നെ പറയുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഒരു ടെംപ്ലേറ്റ് ആണ്. എങ്ങനെയാണ് ആ ടെംപ്ലേറ്റ് അവിടെ കാണിച്ചു തരും. പിന്നെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് റെഫറൻസ് ഇവിടെ കാണിച്ചു തരും, ഒരു ഇമേജ് റെഫറൻസ്. അതിനകത്ത് ടി വിയുടെ സൈസ് എത്ര, മൊബൈലിന് എത്ര, അങ്ങനെ ടാബ്ലറ്റിന് എത്ര, അങ്ങനെയുള്ള എല്ലാ സൈസും ഉണ്ട്. നമുക്ക് ഇതിന്ന് ടെംപ്ലേറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് ചാനൽ ആ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ടെംപ്ലേറ്റ് ഡൗൺലോഡായി കിട്ടും നമുക്ക്. അത് നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം, കാരണം ചാനൽ ആർട്ട് ഉപയോഗിക്കുമ്പോൾ. അതാണ് നമ്മുടെ ഇപ്പോൾ ഞാൻ ആ ഫോൾഡറിലൊന്ന് പോയി നോക്കാം. കണ്ടില്ലേ, അവിടെ ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ, ഒന്നുകൂടി ഞാൻ ചെയ്തതാണ്. അതാണ് ഈ സിപ്പ് ഫയൽ വന്നതിപ്പോൾ. ഇനി നമുക്ക് ഈ സിപ്പ് ഫയൽ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് 2 ഫയൽസ് ഉണ്ട്, ഒന്ന് PNG ആൻഡ് ഒന്ന് PSD. ഫോട്ടോഷോപ്പ് നമുക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. PNG ആണെങ്കിലോ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നവർക്ക് അത് ഉപകരിക്കും. നമുക്ക് PNG ആണ് ഉപയോഗിക്കേണ്ടത്, കാരണം വെബിലായതുകൊണ്ട് നമുക്ക് PNG ഫയലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ബാനർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ canva.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോകണം. അത് ബ്രൗസറിൽ എടുക്കുക. നേരത്തെ ലോഗിൻ ഇല്ലാത്തവർ സൈനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലോഗിനുള്ള ആൾക്കാർ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ലോഗിൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അല്ലാത്തവർ സൈനപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഹോം പേജിലേക്കാണ് വരുന്നത്. അവിടെ ഒരു സെർച്ചിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. നമുക്കപ്പോൾ അവിടെ നമ്മുടെ എന്താണ് വേണ്ടതെന്ന് നമുക്ക് കൊടുക്കാം. നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ ആർട്ട് കണ്ടോ, അതിനകത്ത് ഓപ്ഷൻ പറയുന്നുണ്ട്, അവരുടെ ഡൈമെൻഷൻസും പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് യൂട്യൂബ് ഐക്കണുണ്ട്, അതേപോലെ തംബ്നെയിലും ഉണ്ട്. നമുക്കിപ്പോൾ ചാനൽ ആർട്ടാണ്, അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ കുറേ ഫോട്ടോസ് ഇതുപോലെ കാണിക്കും. അപ്പോൾ അതിനകത്ത് നേരത്തെ നമ്മൾ കാണിച്ച ആ ഡൈമെൻഷനിലുള്ള ഫോട്ടോസാണിത്. അതിനകത്ത് കുറേ ടെംപ്ലേറ്റാണ്. നമുക്ക് എവിടെ വരണം, നമുക്ക് ഏകദേശം നടുക്ക് വരുന്ന ഒരു ഇതെടുക്കണം. കാരണം നമ്മുടെ ടെംപ്ലേറ്റ് കണ്ടില്ലേ, നടുക്കായിരിക്കും എല്ലാ ഡിവൈസസിലും വരുന്നത്. നമ്മുടെ ചാനലിൻ്റെ പേര്, എന്താ നമ്മൾ എഴുതുന്നതെന്ന്, അതായത് നമ്മുടെ ടെക്സ്റ്റ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കുമ്പോൾ കണ്ടില്ലേ, അത്രയും വലുതാണ് അതിൻ്റെ ഇമേജ്. ഇതിന് സെൻട്രൽ പാർട്ട് മാത്രമേ നമുക്കവിടെ മൊബൈലിൽ വരുള്ളൂ. അതിൻ്റെ പുറത്ത് ഉള്ളത് ടാബ്ലറ്റിൻ്റെ, പിന്നെ മറ്റേത് ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ടെക്സ്റ്റ് ഈ സെൻറ്ററിലാക്കാൻ നോക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ ബാനറിൽ എല്ലാ ഡിവൈസസിലും ഇവിടെ കാണിക്കുകയുള്ളൂ. ഈ സൈറ്റിൽ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. പല ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ചിലതൊക്കെ പെയ്ഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്രീ എടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഉണ്ടോ, നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്ററിലാണ് വരുന്നത്. ഞാനതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അതിന് നമുക്കിവിടെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ കുറേയൊക്കെ ഫ്ലെക്സിബിലിറ്റി അവർ തരുന്നുണ്ട്. ഫ്രീ ആണെങ്കിലും ഇതിനകത്ത് ടെക്സ്റ്റ് മാറ്റാനും ഫോണ്ട് മാറ്റാനും അതേപോലെ തന്നെ കളേഴ്സൊക്കെ മാറ്റാനും അവർ സമ്മതിക്കുന്നുണ്ട്. ഇതൊരു എളുപ്പ വിദ്യയാണ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചുമ്മാ ഈ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സൈസും കളറൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഉണ്ടല്ലേ, അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് പോയി മനസ്സിലാക്കാം. ചില ഫോൺസൊക്കെ പെയ്ഡ് ആയിരിക്കും, അതുകൊണ്ട് പ്രീമിയം വെർഷനിലേ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാ ഫോണ്ടുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അവരുടേതായ ഫിൽറ്റേഴ്സ് ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന ടെംപ്ലേറ്റിൽ 3 ഇമേജസ് ആണുള്ളത്. അതിനകത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമായുള്ള നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് സൈഡിൽ ഓപ്ഷൻസ്, ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ കുറേ ഫോട്ടോസ്, ബാക്ക്ഗ്രൗണ്ട് പല ഇതുണ്ടല്ലോ, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഫോട്ടോസ് എടുക്കാം. ഇപ്പോൾ ഫോട്ടോസിനകത്ത് കാണാൻ നമുക്കിപ്പോൾ ഇടയ്ക്ക് ചിലത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് അതിലേക്ക് ഇട്ടു. ഇനി അടുത്ത ഒരു ഇമേജും കൂടി ഞാൻ വേണമെങ്കിൽ മാറ്റി കാണിച്ചു തരാം. നമ്മളത് ആ ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ടത് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് കീ ഞെക്കണം. നമ്മളിനി അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഇത് പെയ്ഡാണ്, ചിലത് ഫ്രീ ഉണ്ട്. ഞാൻ ഈ ഇമേജ് ഒന്ന് എടുത്തിടാം. എന്നിട്ടത് കറക്റ്റായിട്ട് ആ ടെംപ്ലേറ്റ് പരുവത്തിലത് സൈസ് പരുവത്തിലത് അവിടെ വന്ന് കിടക്കും.
നമുക്ക് റീസൈസൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ആണ് കാണിച്ചു തരുന്നത്. ഇത് നമുക്ക് ആ നടുക്ക് നമ്മുടെ ടെക്സ്റ്റ് നടുക്ക് വന്നാൽ മതി. പിന്നെ ഫോട്ടോസ്, നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും. അതേപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഉണ്ട്, ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. ഇനി ആ ടെംപ്ലേറ്റ് നമുക്ക് എടുത്തു വെച്ച് നോക്കാം. കണ്ടോ, ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ആ ടെംപ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒപ്പാസിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ട്രാൻസ്പാരൻസി. അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഞാൻ നോക്കുമ്പോൾ ഉണ്ടോ, വിളിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ടെക്സ്റ്റ് എവിടെയാണ്, ടെക്സ്റ്റ് ബോക്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളത് പിടിച്ച് നേരെ ആ വലിപ്പത്തിലിട്ടിട്ട് നമ്മളതുപോലെ നമ്മുടെ ടെക്സ്റ്റും അങ്ങോട്ട് മാച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് നോക്കാം നമുക്ക് എത്ര ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് നോക്കും. കണ്ടോ, അതിന് ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സേഫാണ് ആക്ച്വലി നമ്മുടെ ബാനറിന് വേണ്ടിയിട്ട്. ഇതെല്ലാ ഡിവൈസസിലും ഒരുപോലെ ഇരിക്കും. നമ്മൾ ഈ സൈഡിൽ കാണുന്ന, ഞാനിപ്പോൾ ഈ ടെംപ്ലേറ്റ് നമുക്ക് എടുത്തിട്ടത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. കറക്റ്റ് പിടിച്ചിടണം കേട്ടോ. നമുക്ക് കറക്റ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബാനർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മുടേതായിട്ടുള്ള ഇമേജസ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഈ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ യൂട്യൂബിൻ്റെ റെഫറൻസ് ടെംപ്ലേറ്റ് വലിച്ചിട്ടില്ലേ, അത് ഇങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് നമുക്ക് ആ ഫയലിലേക്ക് പോയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇവിടെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇത് വലിച്ച് നമ്മൾ ഉണ്ടാക്കിയ അതിനകത്ത് റെഫറൻസ് ആക്കി വെച്ച് നമുക്ക് നോക്കാം, കമ്പയർ ചെയ്തിട്ട്. ഇനി നമുക്കിതിപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. ചെറിയൊരു ഓപ്ഷനെ പറയുന്നുള്ളൂ അവർ. അത് പ്രീമിയം ആണെങ്കിൽ എല്ലാ ഓപ്ഷനും ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അവർ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. നമുക്കിനി അത് ഒന്ന് പോയി നോക്കാം. ഇങ്ങനെയാണ് അത് ആ ബാനറിൽ വരുന്നത്. നമുക്കിത് എങ്ങനെ നമ്മുടെ യൂട്യൂബിലേക്ക് മാറ്റാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, ഒന്നും കൂടെ അത് സെലക്ട് ഞെക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫയലിലേക്ക് പോവുകയാണ്. അതിൻ്റെ പേരെന്തുവായിരുന്നു? ഓക്കെ, നമ്മളവിടെ വന്നു, നമ്മളത് സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ട് അവർ നമുക്ക് കാണിക്കും, പ്രിവ്യൂ കാണിക്കും. പിന്നെ ഏതൊക്കെ ഡിവൈസസിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്. അല്ല, നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ലാപ്ടോപ്പിൽ, ടി വിയിൽ എങ്ങനെയാണ്, മൊബൈലിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു സേഫ് ആയിട്ടാണ്. നമുക്കിത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ക്രോപ്പൊക്കെ ചെയ്ത് നമുക്കൊന്നും കൂടെ നമുക്ക് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ചെയ്യാനൊരു ഓപ്ഷൻസ് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഈ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനുണ്ടെന്ന് പറയുകയാണ്. നമ്മളത് എന്നിട്ട് ഈ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ആക്കിയാൽ നമ്മുടെ ബാനർ അപ്ലൈ ആവും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്തു. അത് സേവിങ്സിന് സമയം എടുത്തു. നമ്മുടെ ബാനർ മാറിയിരിക്കുകയാണ്. എനിക്കതിപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് ഞാൻ മാറ്റുകയാണ്, എൻ്റെ പഴയതാക്കുകയാണ്. സെലക്ട് ചെയ്തു. ഞാൻ പല ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് വരാനായിട്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ നേരത്തെ സെലക്ട് ചെയ്തതല്ല. ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ അവസാനം കിട്ടിയത് അത് ഞാൻ സെലക്ട് ചെയ്തു, മാറ്റി സേവ് ചെയ്തു. അങ്ങനെ നേരത്തെയൊക്കെ കുറേ സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ അത് എളുപ്പം ചാനലായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചാനലായിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യാണ്. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് നമ്മൾ ചാനലായിട്ട് ഉണ്ടാക്കി. നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുത്തില്ലെന്ന് തോന്നുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. കൂടുതൽ സമയം ചിലവഴിച്ച് നമുക്ക് അടിപൊളിയാക്കാം. അത് നമുക്കിപ്പോൾ പരിമിതി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു പെട്ടെന്നൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി എടുക്കുമായിരുന്നു. നമ്മുടേതായ ഇമേജ് അപ്ലോഡ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഇത്രയേ ആവശ്യമുള്ളൂ. നമുക്കൊരു കണക്ഷൻ വേണം. ഒരു യൂസർ, അതായത് canva.com പോയിട്ട് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം.
നമുക്ക് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ടെംപ്ലേറ്റും അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ബാനർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് യൂട്യൂബിൽ നമ്മുടെ ബാനറിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത്രയും സിമ്പിളാണ്. അപ്പോൾ ചാനൽ ബാനർ മാറ്റാത്ത യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ക്യാൻവ സൈറ്റിനെ പറ്റി അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്. അതേപോലെ തന്നെ ഇത് പ്രയോജനപ്പെടുന്ന യൂട്യൂബേഴ്സിന് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഇന്നത്തേക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.